രാവിലെ കേരളത്തിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. പൂജ വൈകിട്ടോടുകൂടി എത്തും എന്ന് പറയുമ്പോഴത്തേക്കും ഇനി ഇവർ രണ്ടുപേരും ബിഗ് ബോസ് ഹൗസിനകത്ത് ഉണ്ടാകില്ല, നമുക്കൊരു മത്സരാർത്ഥിയായിട്ട് കാണാൻ സാധിക്കില്ല. അപ്പം നമ്മൾ അപ്ഡേറ്റ് അറിഞ്ഞിട്ട് തന്നെ ഇന്നലെ ഒരു 10-12 മണിക്കൂറായി സത്യം പറഞ്ഞ ഈ അപ്ഡേറ്റും കാര്യങ്ങളും. പക്ഷെ അപ്പോഴും ഒരു പ്രതീക്ഷയുണ്ട്, ചിലപ്പോൾ വന്നാലോ എന്നുള്ളൊരു പ്രതീക്ഷ. സത്യം പറയാലോ, ഒരു സത്യമേ മടുത്തു തുടങ്ങി. പിന്നെ കാണാനൊരു സുഖം കിട്ടുന്നില്ല സത്യം പറയാലോ. അദ്ദേഹം വന്ന സമയത്ത് എന്തോ എൻ്റർടൈൻ ആയിരുന്നു. പൂജയും സത്യം പറഞ്ഞാൽ 6 വൈൽഡ് കാർഡ് എൻട്രി വന്നപ്പോഴും എനിക്ക് പ്രതീക്ഷയില്ലാത്ത 2 എണ്ണമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പൂജയാണെങ്കിൽ DJ ആണെങ്കിൽ ഇതിനൊക്കെ എന്തോ ഉണ്ടാക്കാൻ. അപ്പോഴും സായി പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് പിന്നെ നനഞ്ഞു പോയ പടക്കം പോലെ ആയിപ്പോയി. പക്ഷേ ഈ ബിഗ് ബോസ് കുലുക്കിയത് ഇവരല്ലായിരുന്നു സത്യം പറയാലോ. പോയിന്റുകൾ വന്ന ആഴ്ച പിറ്റേ ദിവസം തന്നെ നമ്മൾ കുറേ പോയിന്റുകളും കാര്യങ്ങളും. ജാസ്മിൻ ക്യാപ്റ്റനായ സമയത്തൊക്കെ എൻ്റെ പിന്നെ പക്കയായിരുന്നു. അപ്പം 2 മത്സരാർത്ഥികൾ അങ്ങനെ പോയത്, അതും ടോപ്പ് 5-ൽ എത്താൻ കഴിവുള്ള. സിബിനാണെങ്കിൽ കപ്പടിക്കാമായിരുന്നു. ഇപ്പം സിജോ വന്നു, പുള്ളി തള്ളു തുടങ്ങി. പിന്നെയും ഞാനൊരു ഗെയിം കളിച്ചില്ലെങ്കിലും കപ്പ് ഉണ്ടോ എന്നുള്ള രീതിയിൽ പറയുന്നത് എനിക്കറിയാമല്ല. ഇനി എന്തുവാ കാണാൻ പോകുന്നത്. ഇനി അപ്പോൾ ഒരു എൻ്റർടൈനായിട്ട് ജിൻഡോ ഉണ്ട്, അതുകൊണ്ട് ഷോയും കാണാം. അതിപ്പോൾ ഗബ്രിയായിട്ട് ഇന്ന് ഫൈറ്റ് നടക്കാൻ പോകുന്നു. അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ കൊച്ചിയിലാണെന്ന് തോന്നുന്നു എയർപോർട്ടിൽ സിബിൻ വരുന്നുണ്ട്, വൈകിട്ട് പൂജയും വരുന്നുണ്ട്. അപ്പം ബിഗ് ബോസ് ഷോ എനിക്കറിയത്തില്ല എത്രമാത്രം ഇതായി പോകുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ ഇനി സിബിനില്ല, പൂജയില്ല, ആകെപ്പാടെ മൂഡ് ഓഫ്. ഓക്കെ, അപ്പം പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർ ചാനലിൽ സബും കാര്യങ്ങളൊക്കെ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.